ഭക്ഷണം കഴിക്കുന്നതിനിടയ്ക്ക് ചുമച്ച് തരിപ്പിൽ കയറുന്നത് ചിലർക്ക് പതിവാണല്ലേ? അതിനെ പറ്റി ഒന്ന് വിശദീകരിക്കാമോ? ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണം ശ്വാസനാളത്തിലേക്ക് പ്രവേശിക്കാതിരിക്കാൻ ഒരുപാട് പ്രൊട്ടക്റ്റീവ് മെക്കാനിസംസ് നമ്മുടെ ശരീരത്തിലുണ്ട്. എന്നാൽ പോലും നമ്മൾ പെട്ടെന്ന് ഒരു ഗ്ലാസ് വെള്ളം ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് കുടിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അത് ശ്വാസനാളത്തിലേക്ക് പ്രവേശിക്കാം. എന്നാൽ പോലും അത് ശ്വാസകോശത്തിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊട്ടക്ഷനാണ് ഈ ചുമ എന്ന് പറയുന്നത്. ഈ ചുമ ഇല്ലാത്ത ആളുകൾക്കാണ് നമ്മൾ കൂടുതൽ ഭയപ്പെടേണ്ടത്. വാസ്തവത്തിൽ ചുമ നമ്മളെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. ഈ ചുമ ഇല്ലെങ്കിൽ എന്ത് പറ്റും? ഈ ഭക്ഷണപദാർത്ഥങ്ങൾ നേരെ ശ്വാസകോശത്തിലേക്ക് കയറി അത് ന്യൂമോണിയ ആയിട്ട് മാറും. അങ്ങനെ ന്യൂമോണിയ വരുന്നത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് പലപ്പോഴായിട്ട് റൈൽസ് ട്യൂബ് ഇടേണ്ടതായിട്ട് വരാറുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ തെരപ്പി പോകുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്തിട്ട് വേണം അതിൻ്റെ ചികിത്സ തേടാനായിട്ട്. അത് കൃത്യമായിട്ട് കണ്ടുപിടിക്കുവാൻ ക്ലിനിക്കൽ സ്വോളോയിങ് ഇവാലുവേഷൻ കൂടാതെ പലപ്പോഴും ഫീസും ഫ്ലൂറോസ്കോപ്പിയും ചെയ്യേണ്ടതായിട്ട് വരുന്നേക്കാം. എന്നിട്ട് വേണം അത് കൃത്യമായി ചികിത്സിക്കാൻ.